ഹായ് ഹലോ, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്നത് മലയാറ്റൂർ മലയാണ്. ഞങ്ങളിപ്പോൾ അതിന്റെ അടിവാരത്താണ് ഉള്ളത്. ഇവിടെ ഒരു വലിയ പാറക്കല്ലിന്റെ മുകളിൽ തോമാസ് ലീഗയുടെ ഒരു വലിയ രൂപം അല്ലെങ്കിൽ ഒരു പ്രതിമ ചെയ്തിരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു വലിയ പാറയുടെ മുകളിൽ ചെയ്തിരിക്കുന്നതെന്നറിയോ? പണ്ട്, അതായത് ഏകദേശം 1963 കാലഘട്ടത്തിലൊക്കെ ഈ പ്രദേശം പൂർണ്ണമായും വലിയ ഘോര വനമായിരുന്നു. അതുപോലെ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ള സാമീപ്യമുള്ള ഒരു പ്രദേശമായിരുന്നു. അത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ ഒരു വലിയ പാറയുടെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ മറ്റു 2 പാറകളിലായിട്ട് ഒന്നിൽ തോമാസ് ലീഗയും മറ്റൊന്നിൽ മാതാവിന്റെ പ്രതിമയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിന്റെ പിന്നിലും ഒരു ചെറിയ കഥയുണ്ട്. അതായത് മലയാറ്റൂരിൽ എത്തിയിട്ടുള്ള തോമാസ് ലീഗ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതിൽ മനം നൊന്ത് അദ്ദേഹം ഈ പാറപ്പുറത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് പ്രത്യക്ഷപ്പെടുകയും വീണ്ടും സുവിശേഷം പ്രസംഗിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഇങ്ങനെ 2 പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ അടിവാരം. ദൂരെ നിന്നുമൊക്കെ വീടുകളിൽ നിന്ന് നടന്ന് കാൽനടയായിട്ട് വന്നിട്ടുള്ള ഒരുപാട് വിശ്വാസികൾ ഈ സമയങ്ങളിലൊക്കെയാണ് ഇവിടെ എത്താറുള്ളത്. അങ്ങനെ നടന്നു വന്ന കുറച്ച് ആളുകളാണ് അവിടെ വിശ്രമിക്കുന്നത്. അവർ ഒരുപാട് ദൂരം നടന്നിട്ടാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതേ വരവിൽ തന്നെ കയറി പോകാതെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷമാണ് വീണ്ടും മല കയറി തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും. കാരണം ഇത് നമുക്ക് അത്ര എളുപ്പത്തിൽ കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു മലയല്ല. ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വഴിയില്ല. ഞാൻ നടക്കുന്നതാണ് എനിക്ക് വഴി. അത് തന്നെ ആരും ഫോളോ ചെയ്യണമെന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തുകൂടിയാണ് നമ്മൾ ഇനി ഈ മല കയറി തീർക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല വലിയ വലിയ ഉരുളൻ കല്ലുകളൊക്കെയാണ്. അതൊക്കെ പൊത്തിപ്പിടിച്ച് കയറേണ്ടതായിട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ ഏകദേശം ഒരു 2:30 ആയപ്പോൾ വന്നു. 3:30 വരെ ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുത്ത് അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷമാണ് മല കയറാനായിട്ട് ആരംഭിച്ചത്. നമ്മളിപ്പോൾ 3:30, അതായത് ഉച്ചയ്ക്ക് ശേഷം 3:30ക്കാണ് മല കയറി തുടങ്ങുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ഈ സമയത്ത്. പിന്നെ യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വെയിലൊക്കെ താഴ്ന്നു തുടങ്ങി. 50 നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങൾ മുതലേ തന്നെ ഇവിടെ വിശ്വാസികളുടെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തുന്നത് 50 നോമ്പിന്റെ അവസാനം ദുഃഖ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നത് ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ഇവിടെ ഒന്നും നമുക്ക് നിലം കാണാനേ പറ്റില്ല, അത്രയധികം ജനസാഗരം തന്നെയായിരുന്നു അന്ന്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോയും കൂടി ഐക്കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിട്ടുണ്ടാവും. കാരണം ഫസ്റ്റ് ടൈം വരുന്ന ആളുകൾക്കൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബ്രീഫായിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മുതൽ കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് വലിയ വലിയ ഉരുളൻ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുന്നിൽ ഫേസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. എല്ലാ കുരിശുമലകളിലും ഏകദേശം 14 സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആ 14 സ്ഥലങ്ങളും സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ പീഡയാത്ര, അതായത് കുരിശും ചുമന്നുകൊണ്ടുള്ള ആ പീഡയാത്രയിൽ 14 പ്രധാനപ്പെട്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഓരോ സംഭവത്തെയും ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഓരോ സ്ഥാനങ്ങളും കൊടുത്തിട്ടുള്ളത്. അതായത് കുരിശിലേക്ക് മുൾക്കിരീടമൊക്കെ കൊടുത്ത് കുരിശിലേക്ക് തറയ്ക്കുന്നതിന് മുൻപായിട്ട് രാജാവിന്റെ മുന്നിൽ ക്രിസ്തുവിനെ വിചാരണയ്ക്ക് എത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് 1ാം സ്ഥാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ 14 സംഭവങ്ങൾ ഉൾപ്പെടുന്ന ഒരു കഥയാണ് പീഡാനുഭവ കഥ. അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 14 സ്ഥാനങ്ങൾ എല്ലാ കുരിശുമലയിലും നൽകിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ഒരു പ്രത്യേകത ഇത്തവണ കണ്ടത്, ഇവിടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് അവിടെ ഒരു നഴ്സിന്റെ സർവീസും ഒക്കെ ലഭ്യമാണ്. അങ്ങനെ ഇതുപോലെ 14 സ്ഥലങ്ങളാണ് ഉള്ളത്. ഓരോ ഇടങ്ങളിലും വന്ന് പ്രാർത്ഥനകളൊക്കെ കഴിച്ച് കുരിശ് തൊട്ട് വണങ്ങി തൊട്ടടുത്ത് തന്നെ മെഴുകുതിരി കത്തിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാവും. അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ചതിന് ശേഷമാണ് ഓരോ സ്റ്റേഷൻസിലേക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലുന്നത്. എല്ലാ ഇടങ്ങളിലും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഏകദേശം 10-12 സ്ഥലങ്ങൾ കടന്ന് പള്ളിയുടെ ഒക്കെ കാണാൻ കഴിയുന്ന രീതിയിൽ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി 2 സ്ഥാനങ്ങൾ കൂടിയാണ് ഉള്ളത്. അപ്പം നമ്മൾ പോകുന്നത് ഒരു വഴി, പള്ളിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുന്നത് മറ്റൊരു വഴിയുമാണ്. തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ റൂട്ട് മാപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് പോലും വളരെ വ്യക്തമായിട്ട് ആദ്യം എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മളിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത് മാർത്തോമ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ ഒരു മണ്ഡപത്തിനൊരു കഥയുണ്ട്. പണ്ട് ഇപ്പോൾ ഈ തോമാസ് ലീഗയുടെ വിഗ്രഹം ഇരിക്കുന്ന ആ സ്ഥലത്ത് പണ്ടൊരു കിടാവിളക്കായിരുന്നു. ആ കിടാവിളക്കിൽ എപ്പോഴെങ്കിലും തിരികൾ അണഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു പറ്റം മാനുകൾ അടിവാരത്ത് പോയി നിന്ന് വലിയ രീതിയിൽ കരഞ്ഞ് ബഹളം വെച്ച് അവിടെയുള്ള ആളുകൾ മല കയറി വന്ന് വീണ്ടും ആ തിരികൾ കത്തിച്ചു വെച്ചതിന് ശേഷം മാനുകൾ നിശബ്ദരായി കാട്ടിലേക്ക് മടങ്ങിയിരുന്നു എന്നൊരു കഥയുണ്ട്.
അതിനെ ആസ്പദമാക്കിയാണ് മാർത്തോമ മണ്ഡപം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ ആ മാർത്തോമ മണ്ഡപത്തിലേക്ക് കയറുന്നിടത്ത് 20 സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ആ 20 സ്റ്റെപ്പുകളുടെ കഥ എന്ന് പറയുന്നത് തോമാസ് ലീഗ കേരളത്തിലെത്തിയിട്ട് 20 വർഷക്കാലം പലയിടങ്ങളിലായി ചെലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് അത്തരത്തിൽ 20 പടവുകൾ അവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത നമ്മൾ കടന്നു ചെല്ലാനായിട്ട് പോകുന്നത് മലയാറ്റൂർ മലയിലെ മറ്റൊരു പ്രധാന അത്ഭുതമായിട്ടുള്ള ആന കുത്തിയ പള്ളിയിലേക്കാണ്. അതായത് ഒരു പള്ളിയുടെ പിൻവശത്തേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. അവിടെ ഇതുപോലെ ഗ്ലാസ് ഒക്കെ ഇട്ട് അത് ആന കുത്തിയ ഭാഗം ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് സന്ദർശകർക്ക് കാണുന്നതിനായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞിരുന്നു മുൻപ് ഇതൊരു വലിയ കാടായിരുന്നു. അന്ന് ആനകൾ കൂട്ടത്തോടെ വന്നിട്ട് ഈ പള്ളി ആക്രമിച്ചതിന്റെ ശേഷിപ്പുകളാണ് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളത്. And minister to you. Humbly we pray that partaking of the body and blood of Christ, we may be gathered into one by the Holy Spirit. ഈ പടവുകൾ ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് മലയാറ്റൂർ മലയിലെ മറ്റൊരു പ്രധാന അത്ഭുതം കാണാനായിട്ടാണ്. അതായത് ഇവിടെ ഒരിക്കലും വറ്റാത്ത നീരുറവയുള്ള ഒരു അത്ഭുത കിണറുണ്ട്. പണ്ട് തോമാസ് ലീഗ ഈ പാറപ്പുറത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കലശലായിട്ടുള്ള ദാഹം അനുഭവപ്പെടുകയും അവിടെ കിടന്നിരുന്ന ഒരു വിറക് കമ്പെടുത്ത് പാറപ്പുറത്ത് അടിച്ചപ്പോൾ അവിടെ നിന്നും ഒരു അത്ഭുത നീരുറവ ഉണ്ടായുമെന്നാണ്. അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ ഉറവയും അത്ഭുത കിണറും എന്നാണ് വിശ്വാസം. ഇനി നമ്മൾ ഇവിടെ നിന്ന് കയറി ചെല്ലുന്നത് പ്രധാനമായും ഇവിടെ കുർബാന നടക്കുന്ന ഒരു പള്ളിയുടെ മുന്നിലേക്കാണ്. ഈ പള്ളിയുടെ തൊട്ടു ഫ്രണ്ടിലായിട്ട് ഇവിടുത്തെ മറ്റ് ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള പൊന്നും കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പൊന്നും കുരിശിന്റെ പിന്നിലും ഒരു ചെറിയ കഥയുണ്ട്. അതായത് തോമാസ് ലീഗ ദിവസവും ഈ പാറപ്പുറത്ത് വന്നിരുന്നിട്ട് അദ്ദേഹത്തിന്റെ തള്ളവിരൽ ഉപയോഗിച്ച് പാറപ്പുറത്ത് കുരിശ് വരയ്ക്കുമായിരുന്നുവെന്നും ഒരിക്കൽ അങ്ങനെ കുരിശ് വരയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തള്ളവിരൽ മുറിഞ്ഞിട്ട് ചോര ഇറ്റി വീണെന്നും ആ ചോരയിൽ നിന്നും സ്വയം ഉണ്ടായി വന്നതാണ് ഈ പൊന്നും കുരിശു എന്നുമാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം അസ്തമയത്തോട് അടുക്കാറായിട്ടുണ്ട്. സമയം 6 മണി ആയിക്കിട്ടുണ്ട്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് മറ്റൊരു അത്ഭുതമായിട്ടുള്ള തോമാസ് ലീഗയുടെ പാദമുദ്ര, അതായത് അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു ഇടമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കത് കറക്റ്റായിട്ടൊന്നും കിട്ടിയിരുന്നില്ല, അത്ര അടുത്തേക്ക് പോകാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ ഞാൻ വളരെ അടുത്ത് പോയി നല്ല വ്യക്തമായി തന്നെ അത് കണ്ടു. ആ 2 കാൽപാദങ്ങളും വളരെ വ്യക്തമായി തന്നെ അവിടെ വൃത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഇത്തവണത്തെ മലയാറ്റൂർ മല കയറ്റം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ്. ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്കും ഒരുപാട് ആളുകൾ മലയിലേക്ക് കയറി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോഴാണ് ശരിക്കും തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. അതായത് ആ സൂര്യൻ്റെ ചൂടും കാര്യങ്ങളെല്ലാം മാറിയതിന് ശേഷം ആണ് ആളുകൾ കൂടുതലായിട്ടും ഇവിടേക്ക് എത്തിയിരുന്നത്. എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി തിരിച്ചിറങ്ങുന്നതിൽ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. പലയിടങ്ങളിൽ നിന്നും ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. Maria,
അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങി തിരികെ 1-ാം സ്ഥാനത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഇറങ്ങിയാലാണ് നമ്മൾ താഴെ അടിവാരത്തേക്ക് എത്തുക. അടിവാരത്തെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ധാരാളം വണ്ടികളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥ എന്താവുമോ എന്തോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ചുക്ക് കാപ്പി വിൽപ്പനയ്ക്കായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് കയറി ഇറങ്ങിയതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ തിരികെ യാത്ര ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് നേർച്ച ഭക്ഷണം നൽകുന്ന ഒരു ഭാഗം കാണാം. ഇവിടെയാണ് നേർച്ച ഭക്ഷണം നൽകുന്നത്. ക്യൂ നിൽക്കാനും ഒക്കെയുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. പള്ളി വക സ്റ്റാളുകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. അതുപോലെ റോഡിലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരികെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ വണ്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വണ്ടി എവിടെയാണ് വെച്ചേക്കുന്നതെന്നൊരു ഐഡിയ പോലും ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അത്രയും വലിയൊരു ഗ്രൗണ്ട് നിറയെ വാഹനങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയിൽ കാണാം. ബൈ.